ശ്രീധര കഴിഞ്ഞ 10-30 കൊല്ലത്തിലപ്പുറം 35 കൊല്ലത്തോളം പരിചയമുള്ള ഒരാളെ എനിക്കിടുന്ന് വീണ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരമേശ്വരൻ പൂരം തൊഴുതിറങ്ങിയൊക്കെയാണ് അല്ലേ? ഏത് കാക്കക്കാലിന്റെ തണല് പോലും ഇല്ലാത്ത തേക്കുംകാട് എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരുന്ന ആളാണ്. ഒരു 30 കൊല്ലമായി പൂരം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പൂരത്തിൽ മുങ്ങി പൂര നഗരത്തിൽ നിന്ന് വിടാൻ പറ്റാതെ പൂരത്തിൽ കുടുങ്ങി, ഇവിടെ തന്നെ കുടുങ്ങി. പാലക്കാട്ടുകാരനാണ്, ഇപ്പൊ ഇവിടുത്തുകാരനായി, തൃശ്ശൂർക്കാരനായി. അതെ, പൂരമാണ് അതിനെ പിടിച്ചു വലിച്ചത്. 3 പതിറ്റാണ്ട് നിരന്തരം പൂരം കാണുന്ന ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂരം എന്താ? ഏറ്റവും ഇഷ്ടമുള്ള പൂരം അങ്ങനെ ഒരു പർട്ടിക്കുലർ പൂരമല്ല. പൂരത്തിന് ഈ പൂരനഗരം മുഴുവൻ അലയുകയാണ് പൂരം. അതാണ് പൂരം. ആ പൂരത്തിന്റെ അലച്ചില് ആണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം മുഴുവൻ പൂരത്തിന്റെ മുഴുവൻ ആനന്ദവും ആഘോഷവും അതിന്റെ സന്തോഷവും ഓരോ നിമിഷം തോറും പൂരം അനുഭവിക്കുന്ന ആൾക്കാരാണിത്. തൃശ്ശൂർക്കാരുടെ പൂരം എന്നൊക്കെ പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരത്തിൽ വരുന്നത് അതിനൊക്കെ അപ്പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് കയറുന്ന ദിവസമാണ് ഇന്ന് തൃശ്ശൂർ പൂരം. ഇതാ നമുക്ക് തൊഴുത് വരുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പൂരം വടക്കുന്നാഥനെ തൊഴുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എങ്ങനെ പൂരം കണ്ട് കൊതി തീർന്നു? ഇനിയും ഒരുപാട് ആവേശം അതിൽ കൊടുമുടിയിലേക്ക് എത്താൻ പോവാണ്. കലക്കും. തൃശ്ശൂരുകാർ തന്നെയാണോ? തൃശ്ശൂർകാർ തന്നെയാണ്. ഒരു പൂരം വിടാറില്ല, ഒറ്റ പൂരം വിടാറില്ല. എങ്ങനെയാ? എന്നും വന്ന് കാലത്ത് വന്ന് തൊഴുതു പൂരം ദേവിയെ തൊഴുതു, കൃഷ്ണനെ തൊഴുതു, തേവരെ കണ്ടതിന് ശേഷം സാമ്പിള് പോലെ തുടങ്ങിയായിരുന്നു പൂരാവേശം. സാമ്പിളൊക്കെ കണ്ടായിരുന്നു. സാമ്പിള് കുറച്ച് ദൂരെ കണ്ടത്. അമ്മ പറയൂ, അമ്മയും കൂടെ പറയൂ. ഉഷാറാണ്, സന്തോഷാണ്. അപ്പൊ പേരക്കുട്ടികളടക്കം അമ്മമാരടക്കം എല്ലാവരും ഉണ്ട്. വീട്ടിലേക്ക് വരും, അവരെ സ്വീകരിക്കാൻ വേഗം പോണം. അല്ല, അവിടെ എന്താ നേരത്തെ പറഞ്ഞ മാമ്പഴ പുളിശ്ശേരി? പുളിശ്ശേരി അല്ല, ഇതൊക്കെ തന്നെ ഇത് മാമ്പഴ പുളിശ്ശേരി, പിന്നെ മുതിരപ്പുഴുക്ക് ഇല്ല. അത് ചെറിയ പിള്ളേർക്ക് ന്യൂ ജനറേഷൻ അത്ര പിടിക്കുന്നില്ല. പയറുപ്പേരി ഉണ്ടാക്കും. അമ്മയാണ് അതിന്റെയൊക്കെ ചാർജ് നടക്കട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശ്രീധരനൊക്കെ പറഞ്ഞ കേട്ടല്ലോ, ആളുകൾ ഇത് തന്നെയാണ്. അപ്പൊ ഓരോ ഉത്സവങ്ങൾക്കും അതാതിടങ്ങളിൽ അതിൻ്റെതായ ചില പ്രത്യേക രുചികളും ഉണ്ടാകും. അത് തൃശ്ശൂരിലെ രുചി മാമ്പഴ പുളിശ്ശേരി. വയനാടൻ ചുരമിറങ്ങി പൂരം കാണാൻ വന്നേക്കണ ആൾക്കാരുണ്ട്. വയനാട്ടില് പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കടല് തൊട്ട് മല വരെ പൂരം ഇങ്ങനെ ഇരമ്പ എന്ന് പറയുന്നുണ്ടല്ലോ. ഇരുമ്പ എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ എരമ്പാണ് പൂരം. ആദ്യമായി ലോകമെമ്പാടുള്ള മലയാളികൾക്ക് പൂരദിന ആശംസകൾ. എല്ലാവരും അറിഞ്ഞു. ഞങ്ങള് വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വയനാട് മീനങ്ങാടിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. നമ്മളെ തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ, പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, എറണാകുളം ശിവകുമാർ, നമ്മുടെ ലിബർട്ടി ഉണ്ണി, എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേരും. കഴിഞ്ഞ കൊല്ലത്തേനെക്കാട്ടിയും അർജുനൻ ഇവര് ചെറിയ ആനപ്രേമിസൊക്കെ ആയിട്ടാ വന്നേക്കണേ. അപ്പൊ ഗുരുവായൂര് നമ്മളെ നന്ദൻ എല്ലാവരും എത്തിച്ചേരും. ഏറ്റവും ഉഷാറാകും പൂരം. ഈ ആനകളുടെ ഒരു കഥകളുണ്ട്, ആനകളുടെ ഐതിഹ്യമാലയിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു വളർന്ന കൊട്ടാരക്കര ചന്ദ്രശേഖരനും കോന്നിയിൽ കൊച്ചയ്യപ്പനും പന്തളം നീലകണ്ഠനും തൊട്ടിങ്ങോട്ടുള്ള ആനകളുടെ പുതിയ തലമുറയിലെ പുതിയ രാജാക്കന്മാർ അവരോരോരുത്തരും തൃശ്ശൂരിലെത്തുന്നു. അതിലേറ്റവും മികച്ചവർ, മികച്ചതിൽ മികച്ചേരി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും മികച്ചവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ തൃശ്ശൂർ പൂരത്തിന് ഇന്ന് തേക്കും കാട്ടി